Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La ilaha illa Dingah. La ilaha illa ടീച്ചർ നമസ്കാരം, കേൾക്കാലോ? കേൾക്കാം. യെസ്. ഇന്നലത്തെ ക്ഷീണം മാറിയോ? നമ്മളുടെ ഒരു മുസ്ലിം ലീഗുകാരനെ ഇട്ട് ഓടിക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞ ടീച്ചറുള്ളവരെ ശരി, ടീച്ചറുള്ളവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നുസ്രത്ത് ജഹാനുണ്ട് കാര്യം അവിടെ വന്നപ്പോൾ കാണുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് ടീച്ചർ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നുള്ളത് അതവിടെ കണ്ടു ഇന്നലെ. എന്തായാലും ആ ഒരു അനുഭവവും അവിടെ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അത് കൂടാതെ ഇന്നലെ ആ ഒരു സമയക്കുറവ് കൊണ്ട് പറയാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും ചേർത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ടീച്ചർ ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വന്നതിന്, ജോയിൻ ചെയ്തതിന് നന്ദി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ ചാനലിൽ ഇന്ന് കൂടുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. ഈ വീഡിയോ ഇത് ഞാനൊക്കെ മതം വിടുന്ന ആ ഒരു പ്രോസസ്സ് അത് നടക്കുന്ന കാലഘട്ടം, അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ, അതായത് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം മതം വിടുന്നതിലേക്ക് വഴിവെച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. ആദ്യത്തേത് അടിമത്തം തന്നെയാണ്. അങ്ങനെ ഈ രണ്ടാമത്തെ വിഷയമായ ഈ സ്ത്രീ വിരുദ്ധത അത് ഇസ്ലാമിൽ ഉള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കണ്ട ഒരു വീഡിയോ ആണിത്. ഇതൊക്കെ കണ്ടിട്ടും കൂടിയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഇതേപോലെ പല ആളുകളും ജബ്ബാർ മാഷ് പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ ആ ഒരു യാത്രയിൽ ഈ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് ഇവിടെ ഈ ടൈറ്റിലിൽ കാണുന്ന വിഷയം, അതെടുത്ത് വെച്ചിട്ട് നമ്മളിന്ന് ഒന്ന് ടീച്ചർ ഒന്ന് ആലോചിക്കുമ്പോൾ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് കമ്പയർ ചെയ്തിട്ട് ടീച്ചർക്ക് എന്താണ് അതിൽ ആമുഖമായിട്ട് പറയാനുള്ളത്? ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. ഇല്ല, ഈ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ ആണ്, ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട്. ഞാൻ നന്നായിട്ട് പഠിച്ച് ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണത്. കാരണം അന്ന് നമുക്ക് പറയാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. ഇപ്പൊ ഞാന് പഠിച്ചത് മലപ്പുറം ജാമിയ നദ്വി അറബി കോളേജിലാണ്. അവിടെ പെൺകുട്ടികൾക്ക് ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് പുറത്തു പോകാം, അന്ന് ഫോണൊന്നും ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ആകെ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 5 മണി മുതൽ ഒരു 6:30 മഗ്‌രിബിന്റെ നമസ്കാര സമയത്ത് മാത്രം ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ഏകദേശം ഒരു 700-740 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളുടെ ആരെന്നും പറഞ്ഞാൽ വിളിക്കുക, എപ്പോൾ വിളിച്ചാലും ഫോൺ ബിസി. പിന്നെ എനിക്ക് പിന്നെ വിളിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും വിളിച്ചിട്ടുമില്ല. ആ ചുമരുകൾക്കകത്താണ് നമ്മുടെ ജീവിതം.
തളച്ചിടപ്പെട്ടത്. അപ്പോ എപ്പോഴും ആരും ഇല്ലാത്ത ആളുകളെ, എനിക്ക് പ്രത്യേകിച്ച് അവിടെ കൊണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും എന്റെ വീട്ടിൽ നിന്ന് ആര് വർഷങ്ങളായിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരികയോ എന്നെ കുറിച്ചിട്ടൊന്ന് വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. റമദാനായാലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാ വെക്കേഷനും ഞാൻ അവിടെ ഉണ്ടാവും. പോകാനിടമില്ല. അങ്ങനെ തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ 13 മക്കളുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഞാനൊരു പെൺകുട്ടിയായി പോയി എന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഒരു സഹോദരന്റെ വീട്ടില് എന്നെ കൊണ്ടുപോയി ഒരു മാസത്തോളം അവിടെ നിന്നു. അപ്പോ എന്റെ സഹോദരന്റെ ഭാര്യ പറയാണ്, പെണ്ണാണ്, ഇനി ഇതിനെ കെട്ടിച്ചു കൊടുക്കണം, ഇതിനെ പഠിപ്പിക്കണം, നമുക്ക് വലിയ ബാധ്യതയാണ്. അതിന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, ഒന്ന് ഒരുങ്ങിക്കോ, നമുക്ക് മൂത്ത സിസ്റ്ററുടെ വീട് വരെ പോകാം. അങ്ങനെ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് സിസ്റ്ററോട് പറയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്തണം, എനിക്കിങ്ങനെ അവളുടെയും കൂടി ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സിസ്റ്ററോടൊപ്പോ നേരിട്ട് പറയാൻ മടിച്ചിട്ട്, എന്റെ സിസ്റ്റർ അറബി കോളേജ് അധ്യാപികയാണ്, ഞാനൊരു കത്ത് എഴുതുകയാണ്, എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കി ഞാൻ അവിടെ നിന്ന്. അപ്പൊ പെണ്ണായി പോയി എന്നത് കൊണ്ട് ഇവർക്കൊക്കെ നമ്മളെ നിർത്താന് നോക്കാന് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് എന്നെ എറണാകുളത്ത് പുല്ലേപ്പടി യത്തീംഖാനയിൽ കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും ഈ ആരുമില്ലാത്തവരെയാണല്ലോ മറ്റുള്ളവർക്ക് എളുപ്പം, ചാഞ്ഞ കുട്ടിലല്ലേ. അപ്പൊ ആരെവിടെ എന്ത് തെറ്റ് ചെയ്താലും നമുക്കിട്ടാണ് കിട്ടുക, നമുക്ക് ചോദിക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ജാമിയ നദവിയ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ, നമുക്ക് A1 A2 A3 അങ്ങനെയാണ് പ്രിലിമിനറി കോഴ്സുകൾ. അത് കണ്ട് F1 ഫൈനൽ, F1 F2 F3. അപ്പൊ F1 ഫൈനലാണ്. അപ്പൊ അതിന് പഠിക്കുന്ന സമയത്ത് ബോർഡില് എന്റെ ഒരു കൂട്ടുകാരി ഒരു ചിത്രം വരച്ചിടുകയാണ്. അപ്പൊ ഈ അധ്യാപകന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവർ ഒറ്റമുണ്ട് കൊടുത്തിട്ടാ വരിക. അപ്പൊ ഇവര് മേശയുടെ പുറത്ത് കാലിന്റെ മുകളിൽ കാലിട്ട് ഇരിക്കുക. ഞങ്ങൾ 40-45 പെൺകുട്ടികൾ 2 റോ ആയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ആ പ്രായവും കൂടിയാണ്, ഒരു 20-21 വയസ്സ് പ്രായമാണ്. അപ്പൊ ഇയാളിങ്ങനെ എപ്പോഴും ഒരു കാലെടുത്ത് അടുത്ത കാലിലിടും, ആ കാലെടുത്ത് ഇപ്പുറത്തെ കാലിലിടും, അങ്ങനെയാണ് നിൽക്കുന്നത്. അയാൾക്ക് വലിയ പ്രായമില്ല. ഞങ്ങൾക്ക് അന്നൊരു 20-21 വയസ്സ്, ഇദ്ദേഹത്തിന് ഒരു 26-27 വയസ്സ്, ബാച്ചിലറാ. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഈ പേനയുടെ അടപ്പൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ എറിയും. എന്തിനാ എറിയുന്നത്, അങ്ങനെയെങ്കിലും ഒരു വെളിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഞങ്ങൾ എല്ലാം കൂടെ ഒത്തോണ്ടാണ്. അങ്ങനെ ഒരു ദിവസം ഇയാള് ക്ലാസ്സിൽ വരുന്ന സമയത്ത്, ആള് മരിച്ചു കേട്ടോ, ഇപ്പൊ ഇല്ല, അപ്പൊ ഒരു കാർ അപകടത്തില് മരിച്ചുപോയി. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരി ഒരു ചിത്രം വരച്ചിട്ടു ബോർഡില്. ഈ ചിത്രത്തില് പിന്നെ ഇയാളുടെ ജെട്ടി അടക്കം കാണാം, ഒരു ഒറ്റമുണ്ടാണ്. അപ്പൊ ചെറുതായിട്ട് ചോക്കിട്ടിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വരച്ചിട്ടു. അപ്പൊ ഇയാളിങ്ങനെ കൈ പൊക്കുമ്പോഴേക്ക് കൈ ഭയങ്കര ലൂസായിട്ടുള്ള ഹാഫ് കൈ ആയിടുക. അപ്പൊ ഇയാളുടെ സുന കാണുന്ന രൂപത്തിൽ, ജെട്ടി വരെ കാണുന്ന രൂപത്തിൽ ഒരു ചിത്രം മേശയുടെ പുറത്ത് ഇയാൾ ഇരിക്കുന്നത് ബോർഡിൽ വരച്ചിട്ടു. ഇയാള് വന്ന പാടെ അല്ല, ഒരു ചോദ്യവും ഇല്ല, ഒരു ഉത്തരവും ഇല്ല. എന്നെ തെക്കത്തി എന്നാ വിളിക്കും ഈ അധ്യാപകൻ. അപ്പോ തെക്കത്തി ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ഒരു കാരണവുമില്ല ഈ ബോർഡിൽ നോക്കുക, എന്നെ അടിക്കുക. ഒരു 6-7 അടിയൊക്കെ ഞാൻ കൊണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി വടിയിൽ പിടിച്ചു തന്നു, ഇനി എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു അയാളോട്. ഈ കോളേജിൽ നിന്ന് പുറത്താക്കി എനിക്ക് പോകാൻ ഇടമൊന്നുമില്ല കേട്ടോ, ഇവരെല്ലാം കൂടി ഒന്നിച്ചാ ഞാൻ ഔട്ടാ. അങ്ങനെ അന്ന് എഴുതുമായിരുന്നു, സ്പന്ദനം എന്ന് പറഞ്ഞൊരു മാസികയുടെ എഡിറ്റർ ആയിരുന്നു ഞാൻ. അപ്പൊ ധാരാളം എഴുതും, ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ രസകരമായി കുറച്ച് ഹ്യൂമറൊക്കെ ചേർത്തിട്ട് എഴുതാറുണ്ടായിരുന്നു. അപ്പൊ അതിവർക്കൊരു പേടിയുണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, ഇനി എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കും, ഞാൻ ഈ ക്യാമ്പസ് മൊത്തം നിങ്ങളുടെ നോട്ടീസ് ഞാൻ പതിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയതെന്നൊന്നും അറിയില്ല. ഇയാളുടെ കയ്യിൽ കയറി ഞാൻ പിടിച്ചപ്പോ ഇയാൾ ഈ വടിയൊന്നും വിട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇനി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പലിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനല്ലത് ചെയ്തത്. അപ്പൊ പിന്നെ ആരാണ് എന്നായി. അപ്പൊ ഞാൻ ഈ അടിയെല്ലാം വാങ്ങിയിട്ട് ഇനി കൂട്ടുകാരിയെ കൂടി ഒറ്റ കൊടുക്കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഞാനല്ല അത് ചെയ്തത്, ഉറപ്പാണ്. അപ്പൊ ഒരു പേപ്പറിനകത്ത് എന്നോട് എഴുതി തരാൻ പറഞ്ഞു. ഞാനത് എഴുതി കൊടുത്തു. നോക്കുമ്പോ എല്ലാ അധ്യാപകന്മാരും വന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇയാളുടെ കൂടെ തന്നെ അങ്ങ്. ഇതിന്റെ ശരി തെറ്റുകൾ ഇവർ വിശകലനം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം, നീ അത് ചെയ്തോ ചെയ്തില്ല, ഒന്നും ചോദിച്ചില്ല. എല്ലാവരും ഏകപക്ഷീയമായിട്ട് അയാളുടെ കൂടെ തന്നെ നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തി. അപ്പൊ വീട്ടിലും ഒരുപാട് സ്ത്രീ വിരുദ്ധതകളുണ്ട്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന
അവസ്ഥയിലുള്ള ആൾക്കാരാണ്. അപ്പൊ കഷ്ണങ്ങള്, മീനിന്റെ ഒക്കെ കഷ്ണങ്ങൾ വന്നിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ചാറും ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. പിന്നെ പെൺകുട്ടികൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ പിന്നെ വാപ്ചി കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് വാപ്ചി കാക്കാമാർക്ക് ഞങ്ങളെ അങ്ങനെ ഒട്ടിക്കാനുള്ള സാധനം കൊണ്ടുപോയി. ടീച്ചർ ഇട്ടു. അതെ. കാക്കാമാർക്ക് അപ്പൊ വെട്ടി മുറിക്കാനുള്ള സാധനം ഇട്ടു. മീൻ ഒരു കഷ്ണം കിട്ടിയുള്ളൂ, അതുകൊണ്ട് ജാമിതം മതം വിട്ടു എന്ന് നാളെ ജാമിത ഇസ്ലാം ക്ലിപ്പ് മതം ഇറങ്ങും. വിട്ടു. നാളെ പറയാം. അല്ല, അവർക്കും കണ്ടന്റുകൾ വേണ്ടേ, പാവം, അവര് അതെ അതെ. ജീവിച്ചോട്ടെ. അങ്ങനെ പിന്നെ അങ്ങനെ വരുമ്പോ വാപ്ചി കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് ഞങ്ങൾ മദ്രസയിൽ പോയാലും ഇല്ലെങ്കിലും വാപ്ചിക്ക് അതൊന്നും വിഷയമായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ നല്ല വിഷയമായിരുന്നു. അപ്പൊ വീട്ടിലും പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് മൂളിപ്പാട്ട് പാടാൻ പാടില്ല, കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കാൻ പാടില്ല, മുന്നിലോട്ട് വരാൻ പാടില്ല, സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഭ്രഷ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും പെണ്ണായി പോയി. പിന്നീട് കുറച്ച് വളർന്നപ്പോഴും പെണ്ണായി പോയി. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴും പെണ്ണായി പോയി എന്നുള്ള കൊണ്ട് എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ഇത്രയും പ്രശ്നം? അപ്പൊ ഞങ്ങളെ കർമ്മശാസ്ത്രം പഠിപ്പിക്കാം, ഹദീസുകൾ, ഉസൂലിൽ ഹദീസ് മാത്രമല്ല, ഈ ഹദീസ് എങ്ങനെയാണ് വന്നത് എന്ന് പഠിക്കുന്ന ഒരു പാഠഭാഗം കൂടിയുണ്ട്. അതായത് ഹദീസിന്റെ അസ്ലുകൾ, ഹദീസിന്റെ ബേസിക് എങ്ങനെയാണ് വന്നത് എന്ന്, സനദ് ഉൾപ്പെടെ എങ്ങനെയാണ് ഈ ഹദീസ് ഉണ്ടായ പശ്ചാത്തലം എന്നൊക്കെ പഠിക്കും. അപ്പൊ ഈ ഹദീസുകൾ പഠിപ്പിക്കാം. ഈ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഹദീസ്, പ്രവാചകൻ നാൽക്കവലയിൽ പണിയെടുത്താൽ, അങ്ങനെ തന്നെയാണ് ഹദീസ് കേട്ടോ, പ്രവാചകൻ നാൽക്കവലയിൽ പണിയെടുത്താൽ പെണ്ണ് കുളിക്കണം. അപ്പൊ ഞങ്ങൾ ആ പ്രായവും കൂടി അതാണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് നാൽക്കവലയിൽ പണിയെടുക്കാം. അങ്ങനെയാണ്. അതാണ് ഫിസിക്കൽ റിലേഷൻ ആണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ഹദീസ് ഇങ്ങനെ കുറച്ച് ആലങ്കാരികമായിട്ടല്ല ഇവര് പറയാ. അപ്പോ നാൽക്കവലയിൽ പണിയെടുത്താൽ, അപ്പൊ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങൾ മാഷിനോട് ചോദിച്ചു, അല്ല പക്ഷെ പുരുഷന് കുളിയൊന്നുമില്ലേ? പെണ്ണ് കുളിച്ചാൽ മതിയോ നാൽക്കവലയിൽ പോയി പണിയെടുത്തിട്ട്? കൊച്ചെ, അതല്ല പറഞ്ഞത്, അത് നിനക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന് ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷം പോലെ. ഇച്ചിരി മ്യൂസിക് ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. തൽക്കാലം ഇട്ടോ കുഴപ്പമില്ല. ആരും പിന്നെ അല്ല, ഇങ്ങനത്തെ കഥ കുൽസിത കഥകളൊക്കെ പറയുമ്പോൾ മ്യൂസിക് ഇടും. അങ്ങനെ അപ്പൊ എവിടെയും സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ് എപ്പോഴും. അപ്പോ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒരു പേറിയന്ത്രമാണ്, ഭോഗവസ്തുവാണ്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പർദ്ദ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടില് കുടുംബത്തിൽ ഒരു കല്യാണം, അപ്പൊ എന്റെ മൂത്ത സിസ്റ്ററുടെ മോളുടെ കല്യാണമാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ സാരിയൊക്കെ ഉടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് മാത്രം അതിനൊന്നും പെർമിഷൻ ഇല്ല. അപ്പൊ സാരി ഉടുക്കാൻ പാടില്ല, പാവാട ഇടാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, കുപ്പിവള ഇടാൻ പാടില്ല. അപ്പൊ എന്നെ വിവാഹം കഴിച്ചതും ഒരു മുജാഹിദ് ആളായിരുന്നു. അപ്പൊ ആളിനും അങ്ങനെ തന്നെയാണ്, ഭയങ്കര നിബന്ധനകളാണ്, പർദ്ദ തന്നെ നിർബന്ധമാണ്. പിന്നെ ഞാൻ എന്റെ താല്പര്യം കൊണ്ട് ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടിയൊക്കെ ഓടിക്കാൻ ഞാൻ അപ്പൊ തന്നെ തുടങ്ങി. സ്കൂട്ടറൊക്കെ എടുക്കാനും കാർ എടുക്കാനും കാർ ഓടിക്കാനും ഒക്കെ അപ്പൊ തന്നെ തുടങ്ങി. അന്നേരം തന്നെ എന്നെ വീട്ടുകാർക്ക് ഭയങ്കര ഒരു ഭ്രഷ്ടായിരുന്നു. പെണ്ണ് മോശമാണ്, പർദ്ദയും മക്കനെയിട്ട് ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ കാണാപ്പാഠം കൂടി പഠിച്ചിട്ട് ഇത് മോശമാണ്. അവരൊക്കെ ഇന്ന് കാറും ബൈക്കും ഓടിച്ചാ നടക്കുന്നത് കേട്ടോ. അന്ന് എന്നെ പറഞ്ഞ ആളുകള് ഇന്ന് അങ്ങനെയാ. അപ്പൊ അന്ന് ജീൻസും ടീഷർട്ടും അന്ന് പർദ്ദയ്ക്കകത്ത് ഇടുമായിരുന്നു. അവരൊക്കെ ഇന്ന് ഓപ്പൺ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പർദ്ദയും ഒക്കെ മാറ്റി ആ ജീൻസും ഷർട്ടും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, പുരോഗമനമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു പോസ്റ്റ് എഴുതുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോ ഒരു പോസ്റ്റ് എഴുതുകയാണ് ഞാൻ. അതായത് ആമീൻ അറബി അല്ല, ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പോസ്റ്റ് അതാണ്. ആമീൻ എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയാണ്. അതിന്റെ അർത്ഥം സോ ബി ഇറ്റ്, അത്രേ ഉള്ളൂ. അതല്ലാതെ എന്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണേ എന്നൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കോവളം റൂട്ടാണ്, അവിടെ ഒരു ഡേ കെയർ സെന്റർ ഉണ്ടായിരുന്നു, ഒരു മോണ്ടിസോറി. അവിടെയാണ് പഠിപ്പിച്ചിരുന്നത്. കുറച്ച് കുട്ടികളെ, അതുപോലെ വലിയ സ്ത്രീകളെ, കൗമാരക്കാരെ ഒക്കെ കേന്ദ്രീകരിച്ച് എല്ലാ ഞായറാഴ്ച ദിവസവും വൈകിട്ട് ഖുർആൻ ക്ലാസ് ഈ കിൻഡർ ഗാർഡനില് അങ്ങനെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അന്ന് കുറെ CPIക്കാര് എന്റെ വീട് അന്വേഷിച്ച് വരികയും പിന്നീട് ആ സ്ഥാപനത്തിന് കല്ലെറിയുകയും പിന്നീട് ആ സ്ഥാപനത്തിന് ജാമ്യത ക്ലാസ് എടുക്കണ്ട എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ഡോക്ടർ ജലീൽ കുറ്റിയേക്കാട് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹം ചെങ്ങന്നൂരിന്റെ വിഭാഗത്തിലുള്ളതാണ്, ഡോക്ടർ അബ്ദുൽ ജലീൽ കുറ്റിയേക്കാട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇതേ ആശയം സ്വീകരിക്കുന്ന ഞങ്ങളിൽ കുറച്ച് ആളുകൾ, അതാണ് ചെങ്ങന്നൂർ മൗലവി. അപ്പോ
ഈ ചേകനൂർ മൗലവിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്നോട് ഒരു ജൂലൈ 31 ചേകനൂറിന്റെ ഒരു അനുസ്മരണം നടക്കുന്നുണ്ട് കണ്ടംകുളം ജൂബിലി ഹാളിൽ കോഴിക്കോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട്. ഹദീസുകളായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിഞ്ഞതും. അങ്ങനെ ഹദീസുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്കൊരു ധൈര്യമുണ്ടായി. കാരണം ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആള്, ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്. അതാണല്ലോ കറണ്ട് അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ടെന്ന്. അതാണ് കറണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അങ്ങനെയാണ് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. പിന്നീട് യുക്തിവാദി സംഘത്തിന്റെ വേദികളിലൊക്കെ വന്നു. ശരി, പിന്നീട് എനിക്കൊരു ധൈര്യമായി. കാരണം ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്നായി. ഇപ്പോ അതിന്റെ ഒരു പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് ജാമിയ നദവിയ അറബി കോളേജിൽ എന്റെ കൂടെ പഠിച്ചതിൽ വലിയ ഒരു വിഭാഗം കുട്ടികൾ എന്നെ പോലെ ചിന്തിക്കുന്നവരായി മാറി. ഒരൊറ്റ കാര്യം, എന്നെ പോലെ ഇത്രയും ചിന്തിക്കുന്നവർ. ഈ ജാമിയ നദവിയയിലൊക്കെ പഠിച്ച് മതം അതിൻ്റെ എല്ലാ സംഗതി സാധാരണ മദ്രസയിൽ പഠിക്കുന്ന പോലെയല്ല, ഇത്രയും പഠിച്ച ജാമിതയല്ലേ ഇന്നലെ നമ്മളുടെ ഷാക്കിർ എന്ന നമ്മളെ ടൈറ്റിലിട്ട മാതിരി മൂരിയും കഴുതയും പട്ടിയും പെണ്ണും എന്ന് പറയുന്നതിലെ മൂരി ഇന്നലെ വിശേഷിപ്പിച്ചത്. എന്തേലും ജാമിതയ്ക്ക് ഇതൊന്നും അറിയില്ല, ജാമിത ഒന്നും പഠിച്ചിട്ടില്ല, തെറ്റിദ്ധാരണയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്നലെ അവിടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞ ആ വിഷയങ്ങൾ, അതിൽ തെറ്റിദ്ധാരണയാണെന്ന് നമ്മളെ ആരോപിച്ച വിഷയങ്ങൾ, ടീച്ചർ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിനൊക്കെ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സത്യത്തില് ഈ ഷാക്കിർ പറഞ്ഞത്, തോന്നിയതുപോലെ ജീവിക്കാനാണ് നിങ്ങളൊക്കെ മതം വിട്ടത്. നിങ്ങൾക്ക് മതത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത 3 പേരാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ബാലപാഠം അങ്ങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയോ അറിയുകയോ ചെയ്യുന്ന ഒരാളും നമ്മളെ എതിർക്കില്ല. കാരണം ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്തുണ്ട് എന്ന ബോധം അവർക്കുണ്ട്. ഇന്നലെ ഒരു പ്രമുഖ പണ്ഡിതൻ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ APയെ ന്യായീകരിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന ഒരു പുരോഹിതനാണ്. ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്, ടീച്ചർ ഈ ചർച്ചയ്ക്കൊന്ന് കയറണം, കാന്തപുരത്തിന്റെ വിഷയം. ശരി, കയറാം, കുഴപ്പമില്ല. അപ്പൊ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞത് നിങ്ങളാണെങ്കിൽ അയാൾ വരത്തില്ല എന്ന് പറഞ്ഞു. നമ്മളെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അതാ ഞാൻ ചോദിച്ചത്. ഇന്നത്തെ നമ്മളെ തമ്മിലൂടെ എന്തിനാണ് ജാമിതയെ പേടിക്കുന്നത്? നമ്മളെ പിന്നെ പേടിക്കണത് പോട്ടെ എന്ന് വെക്കാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്തിനാണ് ഒരു പെണ്ണിനെ പേടിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പെണ്ണിനെ പേടിക്കുന്നത് എന്തിനാ? തന്നെയുള്ള ഞാന് ഇവർക്ക് ഒരു ഡിബേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചാലഞ്ച്. ഒരു 4 വർഷമാകും. പിന്നെ നമ്മുടെ DC ബുക്സ് സംഘടിപ്പിച്ച ഒരു ലിറ്ററേച്ചർ ഉണ്ടല്ലോ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്. അതിനകത്ത് ഞാൻ ഇവരോട് പറഞ്ഞത്, 3 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഈ ഗ്രന്ഥം മാനവിക വിരുദ്ധമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അറബി ആണെങ്കിൽ അറബി, ഞാൻ റെഡിയാണ്. ഇതുവരേക്കും അവർ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടില്ല. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇത് എവിടെ നടന്നാണ് ഈ വെല്ലുവിളി? കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റില്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് DC. അതായത് സത്യവിശ്വാസികളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, മനുഷ്യരെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ സാധനം അല്ലേ? അത് അന്ന് ഷമീമായിരുന്നല്ലോ അന്ന് ആ വെല്ലുവിളി അവിടെ എതിർവശത്ത് ഇരുന്നിരുന്നത്. പുള്ളി എന്നിട്ട് ഇപ്പൊ കിളിയൊക്കെ പോയി നടക്കുന്നുണ്ട്. ഷമീമിനും ഈ ഖുർആൻ വചനം അറിയുമായിരുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പോ മുഅ്മിനീൻ എന്ന് പറഞ്ഞു, മുഅ്മിൻ എന്ന് പറഞ്ഞു, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. സത്യവിശ്വാസി എന്ന് പറഞ്ഞു, മുസ്ലിങ്ങളെ, ഇതൊക്കെയായിരുന്നു അവരുടെ വിഷയം. അല്ലാതെ വിഷയത്തിലേക്കൊന്നും വരാൻ ഇവർക്ക് പറ്റില്ല. പലരും പറയും, നിങ്ങൾക്ക് വേണ്ട, അവര് മറുപടി പറയുന്നുണ്ട്, ഇവര് മറുപടി പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരാൾ മറുപടി പറഞ്ഞാൽ നമ്മൾ കയറി പിടിച്ച നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. കുറെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടോ പുലഭ്യം പറഞ്ഞത് കൊണ്ടോ മറുപടിയാകത്തില്ല. ഇപ്പൊ ഞാനും ആരിഫും കൂടി വന്ന് ലൈവിലിരിക്കുന്നു. നാളെ ഇനിയിപ്പോ ആരിഫ് കെട്ടി അതുണ്ട്. അതുകൂടാതെ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി. ഇതിലാരാണ് ഈനാമ്പേച്ചി? ടീച്ചർക്ക് ഏതാ വേണ്ടത്? മരപ്പെട്ടിയാവണോ ഈനാമ്പേച്ചിയാവണോ? തീരുമാനിക്കൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇവരെക്കാട്ടിലും ഭേദമാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മരപ്പെട്ടി. എന്നെ പണ്ട് സുനിത ദേവദാസ് മരപ്പെട്ടി എന്നാ വിളിച്ചത്. അപ്പൊ ഞാൻ മരപ്പെട്ടി. അപ്പൊ മരപ്പെട്ടി ഡോക്ടർ എടുത്തോ? ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഇവർക്ക് നമ്മൾ പറയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോ AP കാന്തപുരത്തിന്റെ വിഷയമാണല്ലോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അയാളെ പറയുമ്പോഴും ശരിയായ വില്ലൻ അയാളല്ല. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത്
എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് വില്ലനായി നിൽക്കുന്നത്. നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ എന്റെ കയ്യും കാലും എടുത്തവരോട് എനിക്ക് ഒരു എതിർപ്പുമില്ല, അവരെ ഇതിന് പ്രേരിപ്പിച്ച ഗ്രന്ഥമാണ്, അവരും ഇരകളാണെന്നാ പറഞ്ഞത്. അതെ. അപ്പൊ ഇവർക്ക് നമുക്ക് മറുപടി പറയണമെങ്കിൽ ഇവർക്ക് അറിവുണ്ടാകണം. ഈ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്ത ആളുകൾ നമുക്ക് മറുപടി എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? നമ്മൾ തിരിച്ച് നമുക്ക് പറയാൻ വീണ്ടുമുള്ളത് ഈ സ്ത്രീ വിരുദ്ധതകൾ മാത്രമുള്ള ഈ ഗ്രന്ഥത്തെ കുറിച്ച് തന്നെയാണ്. അതെ. ഇപ്പോ പ്രവാചകൻ പറയാണ്, നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എതിരെ വരുന്നത് ഒരു കറുത്ത പട്ടിയോ കഴുതയോ സ്ത്രീയോ ആണെങ്കിൽ അവരെ നിങ്ങൾ എതിർക്കണം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ ആയിഷ ചോദിക്കുക നബിയോട്, എന്നാലും നിങ്ങൾ ആള് കൊള്ളാലോ, ഞങ്ങളെ